പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ SIR ലിസ്റ്റിൽ നിന്ന് പുറത്തു പോവുകയും അത് കാരണമായി വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നും നമുക്കറിയാം. കേരളത്തിലും SIR ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ പെർമനൻ്റ്ലി ഷിഫ്റ്റ് ചെയ്ത കാരണത്താലോ മരണം കാരണത്താലോ അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്ന കാരണത്താലോ നിരവധി പേർ SIR ലിസ്റ്റിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുപോയിട്ടുണ്ട്. ഇതിൽ ചില പ്രദേശങ്ങൾ തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലെല്ലാം ഉള്ള കൂടുതൽ ആളുകൾ ചില പ്രദേശങ്ങളിൽ പുറത്തു പോവുകയും ചെയ്തു. അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായി കാണുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പേര് ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖകളിൽ SIR ലിസ്റ്റിൽ അല്ലെങ്കിൽ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഒരു ലളിതമായ രീതിയിലൂടെ സാധിക്കുന്ന പല രീതിയിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് നമ്മുടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മിക്കവാറും ഇങ്ങനെ ആയിരിക്കാം, മഞ്ചേശ്വരം അസംബ്ലി സെഗ്മെൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ നമ്പർ 1 എന്ന നമ്പർ ആകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നമ്പർ നൽകി മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നൽകിക്കൊണ്ട് നമുക്ക് നമ്മൾ വോട്ട് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ്റെ പേരെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് മൊത്തത്തിലുള്ള ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന. അപ്പോൾ ആ പ്രദേശത്തെ ആ പോളിംഗ് സ്റ്റേഷനിലെ മുഴുവൻ വോട്ടർമാരുടെയും ലിസ്റ്റ് നമുക്ക് ലഭിക്കും. പക്ഷേ അതിനേക്കാൾ ലളിതമായ രീതിയിൽ നമ്മുടെ പേര് ഉണ്ടോ, ലിസ്റ്റിലുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കാൻ നമ്മളുടെ വോട്ടർ ID കാർഡിൽ ഒരു നമ്പർ ഉണ്ടാകും. നമ്മുടെ വോട്ടർ ID കാർഡിൽ ഇങ്ങനെ ആദ്യമായി ഇംഗ്ലീഷിൽ 3 അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാകും. അതിനെ തുടർന്ന് ചില അക്കങ്ങളുണ്ടാവും, ഡിജിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1950 എന്ന നമ്പറിലേക്ക് ഒരു സാധാരണ മെസ്സേജ് 1950 എന്ന നമ്പറിലേക്ക് ഒരു സാധാരണ മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ആദ്യം ECI എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യണം. ECI എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് നൽകുക. സ്പേസ് നൽകിയതിന് ശേഷം നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന നമ്മുടെ വോട്ടർ ID നമ്പർ അത് നൽകുക. അതിനുശേഷം ഡിജിറ്റ് ഉൾപ്പെടെ ലെറ്റേഴ്സ് ഉൾപ്പെടുന്ന നമ്പർ നമ്മൾ അതിലെ ക്യാപിറ്റൽ ലെറ്ററായി തന്നെ നൽകി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ്. അതിൽ നമ്മുടെ പേരും നമ്മൾ ഏത് അസംബ്ലി സെഗ്മെൻറ്റിലെ വോട്ടറാണ് എന്നും ഏത് പോളിംഗ് ബൂത്തിലെ വോട്ടറാണ് എന്നുമൊക്കെയുള്ള ഒരു വിശദമായ മറുപടി നമുക്ക് ലഭിക്കുന്ന. ഇനി അഥവാ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പേര് ലിസ്റ്റിലില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ് അപ്പോൾ ലഭിക്കുക. യു ആർ കൈൻഡ്ലി റിക്വസ്റ്റഡ് ടു കോൺടാക്ട് യുവർ BLO ഫോർ ECI ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് പരിശോധിച്ച ശേഷം അതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും ഉറപ്പ് വരുത്തുക. നന്ദി, നമസ്കാരം.